ലജ്ജ അഥവാ നാണം. നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ. നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു കാര്യം ചോദിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് പലപ്പോഴും പേടിയോ നാണമോ തോന്നാറുണ്ടോ? ഒരു കൂട്ടം ആളുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ അഭിപ്രായമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകുമോ, മറ്റുള്ളവർ എന്നെ നോക്കി കളിയാക്കുമോ എന്ന് പേടിച്ച് നിങ്ങൾ മിണ്ടാതിരിക്കാറുണ്ടോ? ഒരു ഇന്റർവ്യൂവിൽ പോകുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ ധൈര്യമായി തുറന്നു പറയാൻ കഴിയാതെ വിയർത്ത് വിറച്ച് നിങ്ങൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്താറുണ്ടോ? സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ കടമായി കൊടുത്ത പണം തിരികെ ചോദിക്കാൻ നാണം വിചാരിച്ച് നിങ്ങളത് വേണ്ടെന്ന് വെക്കാറുണ്ടോ? എങ്കിൽ സുഹൃത്തെ, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ശവക്കുഴി തോണ്ടിലെയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നാണമെന്നത് ഒരു വലിയ ഗുണമാണെന്നാണ്. അടക്കവും ഒതുക്കവും വിനയവുമൊക്കെ നല്ല മനുഷ്യരുടെ ലക്ഷണമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ വിനയവും നാണവും രണ്ടും രണ്ടാണ്. വിനയമെന്നത് സ്വന്തം കഴിവിനെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്ന് വരുന്നതാണ്. എന്നാൽ നാണമെന്നത് സ്വന്തം കഴിവിനെക്കുറിച്ചുള്ള അപകർഷതാബോധത്തിൽ നിന്ന് വരുന്നതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ഒരു സുവർണ നിയമം പറഞ്ഞിട്ടുണ്ട്. പണമിടപാടുകളിൽ, വിദ്യ നേടുന്ന കാര്യത്തിൽ, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ, ബിസിനസ്സിൽ എവിടെയാണോ ഒരാൾക്ക് നാണമില്ലാത്തത് അവൻ മാത്രമേ ഈ ലോകത്ത് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കൂ. നാണം ഗുണങ്ങി നിൽക്കുന്നവൻ എപ്പോഴും ദുഃഖിക്കേണ്ടി വരും. ഇന്ന് നമ്മൾ ചാണക്യനീതിയിലൂടെയും മനഃശാസ്ത്രത്തിലൂടെയും പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ നാണം നമ്മളെ ദരിദ്രരാക്കുന്നത് എന്നാണ്. എങ്ങനെയാണ് ഈ പേടി വലിച്ചെറിഞ്ഞ് ഒരു സിംഹത്തെപ്പോലെ ധൈര്യത്തോടെ ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നമ്മൾ പഠിക്കേണ്ടത് എന്നാണ്. ഒന്നാമതായി ചാണക്യൻ പറയുന്ന ആ 4 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആദ്യത്തേത് വിദ്യാസംഗ്രഹണം അഥവാ അറിവ് നേടുന്ന കാര്യത്തിലുള്ള നാണം. സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ ഒരു സംശയം വന്നാൽ അത് എഴുന്നേറ്റ് നിന്ന് ടീച്ചറോട് ചോദിക്കാൻ നിങ്ങൾക്ക് നാണമായിരുന്നില്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരു മണ്ടൻ ചോദ്യമാണെങ്കിലോ ബാക്കിയുള്ള കുട്ടികൾ എന്നെ നോക്കി ചിരിക്കില്ലേ എന്ന് കരുതി നിങ്ങൾ മിണ്ടാതിരുന്നു. ഇതിന്റെ ഫലമെന്തായിരുന്നു? ആ സംശയം നിങ്ങൾക്കൊരിക്കലും തീർന്നില്ല. നിങ്ങളുടെ അറിവ് അവിടെ അപൂർണമായി നിന്നു. ആധുനിക കാലത്ത് നിങ്ങളുടെ ജോലിസ്ഥലത്തും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒരു പുതിയ കാര്യം പഠിക്കേണ്ടി വരുമ്പോൾ എനിക്കിത് അറിയില്ല, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കാൻ നിങ്ങൾക്ക് ഈഗോയാണ്, നാണമാണ്. അറിവില്ലാത്തവനായി അഭിനയിക്കാൻ നിങ്ങൾക്ക് പേടിയാണ്. ചാണക്യൻ പറയുന്നു, സംശയം ചോദിക്കാൻ നാണിക്കുന്നവൻ ജീവിതകാലം മുഴുവൻ വിഡ്ഢിയായി തുടരും. എന്നാൽ ഒരു നിമിഷം നാണം മാറ്റിവെച്ച് ചോദിക്കുന്നവൻ ആ ഒരു നിമിഷത്തേക്ക് മാത്രം വിഡ്ഢിയാകുകയും ജീവിതകാലം മുഴുവൻ ബുദ്ധിമാനായി മാറുകയും ചെയ്യുന്നു. അറിവ് നേടുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ഈഗോയും പാടില്ല. അത് ചെറിയ കുട്ടിയോടാണെങ്കിലും ശരി, എനിക്കറിയില്ല എന്ന് തുറന്ന് സമ്മതിക്കാനും അത് പഠിച്ചെടുക്കാനും തയ്യാറാകണം. രണ്ടാമത്തെ കാര്യം ധനധാന്യ പ്രയോഗം അഥവാ സാമ്പത്തിക ഇടപാടുകൾ. പണത്തിന്റെ കാര്യത്തിൽ നാണം കാണിക്കുന്നവന് ഒരിക്കലും ഗതി പിടിക്കില്ല. ഒരു സുഹൃത്ത് വന്ന് നിങ്ങളോട് കുറച്ച് പണം കടം ചോദിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾക്കത് കൊടുക്കാൻ താൽപ്പര്യമില്ല, നാളെ അത് തിരിച്ചു കിട്ടില്ല എന്ന് നിങ്ങൾക്കുറപ്പുമുണ്ട്. പക്ഷേ അവനോട് ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് നാണമാണ്, പേടിയാണ്. അവസാനം നിങ്ങൾ ആ പണം കൊടുക്കുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും അവനത് തിരികെ തരുന്നില്ല. ആ സമയത്ത് അവനോടത് തിരികെ ചോദിക്കാനും നിങ്ങൾക്ക് നാണമാണ്. എന്റെ പൈസ ചോദിച്ചാൽ അവൻ എന്ത് കരുതും? ഞാനൊരു പിശുക്കനാണെന്ന് വിചാരിക്കില്ലേ എന്ന് കരുതി ആ പണം നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു. അവസാനം നിങ്ങൾക്ക് പണവും നഷ്ടപ്പെടുന്നു, ആ സൗഹൃദവും നഷ്ടപ്പെടുന്നു. എന്തിനാണ് സുഹൃത്തെ നിങ്ങൾ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണം മറ്റൊരാൾക്ക് ദാനം ചെയ്യുന്നത്? ചാണക്യൻ പറയുന്നു, പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കണിശക്കാരനായിരിക്കണം. അവകാശപ്പെട്ടത് ചോദിച്ചു വാങ്ങുന്നതിൽ ഒരു നാണക്കേടുമില്ല. ഒരു കമ്പനിയിൽ ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ എനിക്കിത്ര ശമ്പളം വേണം എന്ന് ധൈര്യമായി ചോദിക്കാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ കഴിവ് കമ്പനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരത് തരും. അല്ലാതെ സാർ എത്രയാണെന്ന് വെച്ചാൽ തന്നോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വില നിങ്ങൾ തന്നെ ഇല്ലാതാക്കുകയാണ്. കമ്പനി നിങ്ങളെ ഒരു അടിമയെപ്പോലെ പണിയെടുപ്പിക്കും. നിങ്ങളുടെ കഴിവിന് വിലയിടേണ്ടത് നിങ്ങളാണ്. അവിടെ നാണം കുണുങ്ങി നിന്നാൽ നിങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പോകും. മൂന്നാമത്തെ കാര്യം വ്യവഹാരം അഥവാ ബിസിനസ്. ഒരു കച്ചവടക്കാരൻ തന്റെ സാധനങ്ങൾ വിൽക്കാൻ നാണിച്ചാൽ അവന്റെ കുടുംബം പട്ടിണി കിടക്കും. നിങ്ങൾക്കൊരു ബിസിനസ് ഐഡിയയുണ്ട്, അത് മറ്റുള്ളവരോട് പറയാനോ നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനോ നിങ്ങൾക്ക് നാണമാണെങ്കിൽ നിങ്ങൾ എങ്ങനെ വിജയിക്കും? നാണവും ഭയവുമുള്ളവന് ബിസിനസ് ചെയ്യാൻ കഴിയില്ല. അവിടെ ധൈര്യമാണ് വേണ്ടത്. നാലാമത്തെ കാര്യം ആഹാരം. ഒരു വിരുന്നിന് പോകുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷണം വിളമ്പിക്കിട്ടിയില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങി കഴിക്കാൻ നാണിക്കുന്നവൻ പട്ടിണി കിടക്കും. ഇത് വെറുമൊരു ഉപമയാണ്. നിങ്ങളുടെ അവകാശങ്ങൾ ഈ ലോകത്ത് ആരും പ്ലേറ്റിൽ വെച്ച് നിങ്ങളുടെ മുന്നിൽ വെച്ച് നീട്ടില്ല. അത് ചോദിച്ചു വാങ്ങണം, ആവശ്യമെങ്കിൽ പിടിച്ചു വാങ്ങണം. വീതം വയ്ക്കുമ്പോൾ മാറി നിൽക്കുന്നവന് എന്നും എച്ചിൽ മാത്രമേ കിട്ടൂ.
ലോകമങ്ങനെയാണ്, അത് ധൈര്യമുള്ളവന്റെ പക്ഷത്താണ്. പണ്ടുള്ളവർ പറയും, വീരഭോഗ്യ വസുന്ധര. എന്തുകൊണ്ടാണ് നമുക്ക് ഈ നാണവും പേടിയും ഉണ്ടാകുന്നത്? ആധുനിക മനഃശാസ്ത്രം ഇതിനൊരു കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്. അതിനെ സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. അതായത്, ഒരു സ്റ്റേജിൽ ലൈറ്റ് മുഴുവൻ നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോൾ നമ്മളെല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്നതുപോലെ യഥാർത്ഥ ജീവിതത്തിലും എല്ലാവരും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. നമ്മളൊരു മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ 4 ആളുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ എല്ലാവരും എൻ്റെ നടത്തത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്? എൻ്റെ വസ്ത്രധാരണത്തിന് കുഴപ്പമുണ്ടോ? ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം ഇടറുന്നുണ്ടോ? എന്നൊക്കെ നമ്മൾ വല്ലാതെ ചിന്തിച്ചു കൂട്ടുന്നു. സുഹൃത്തെ, ഒരു വലിയ സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ ലോകത്ത് ആർക്കും നിങ്ങളെ ശ്രദ്ധിക്കാൻ സമയമില്ല. എല്ലാവരും അവരവരുടെ സ്വന്തം പ്രശ്നങ്ങളിലും അവരുടെ സ്വന്തം അപകർഷതാബോധത്തിലുമാണ് ജീവിക്കുന്നത്. നിങ്ങളെ നോക്കി ചിരിക്കുന്നവനും ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ്റേതായ പേടികളുണ്ട്. നിങ്ങളൊരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ തെന്നിപ്പോയാൽ പരമാവധി ആളുകളൊന്ന് ചിരിക്കും. അടുത്ത 5 മിനിറ്റ് കഴിയുമ്പോൾ അവരത് മറന്നുപോകും. പക്ഷേ ആ ഒരു നിമിഷത്തെ നാണക്കേടോർത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അവസരങ്ങളാണ് വലിച്ചെറിയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർക്കും ഏറ്റവും മികച്ച പ്രഭാഷകർക്കും ആദ്യമായി സ്റ്റേജിൽ കയറുമ്പോൾ കാലുകൾ വിറച്ചിട്ടുണ്ട്, നാക്ക് വരണ്ടിട്ടുണ്ട്. എബ്രഹാം ലിങ്കണും വിൻസ്റ്റൺ ചർച്ചിലും APJ അബ്ദുൽ കലാമുമെല്ലാം ഈ പേടിയെ മറികടന്നു വന്നവരാണ്. ഭയമില്ലാത്തവരല്ല വിജയികൾ. ഭയത്തെ തോൽപ്പിച്ച് മുന്നോട്ട് നടക്കുന്നവരാണ് വിജയികൾ. ആരും ജന്മനാ ധൈര്യശാലികളല്ല. ധൈര്യമെന്നത് നമ്മൾ പരിശീലിച്ചെടുക്കേണ്ട ഒരു ശീലമാണ്. ഈ നാണം സത്യത്തിൽ നിങ്ങളുടെ ഈഗോയുടെ മറ്റൊരു രൂപമാണ്. എന്നെ എല്ലാവരും പെർഫെക്റ്റായി കാണണം, എനിക്ക് തെറ്റുപറ്റാൻ പാടില്ല എന്ന നിങ്ങളുടെ അഹങ്കാരമാണ് നിങ്ങൾക്ക് നാണമുണ്ടാക്കുന്നത്. ആ അഹങ്കാരം മാറ്റിവെക്കുക. ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് തെറ്റുപറ്റാം, ഞാൻ വീണുപോകാം, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് സ്വയം വിശ്വസിക്കുക. ആ നിമിഷം നിങ്ങളുടെ നാണം പമ്പ കടക്കും. ഇനി എങ്ങനെയാണ് ഈ സഭാകമ്പം മാറ്റിയെടുക്കേണ്ടത് എന്ന് നോക്കാം. ഒന്നാമതായി, ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. ഇന്ന് തന്നെ നിങ്ങൾ പുറത്തു പോകുമ്പോൾ, കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ കടക്കാരന്റെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ ശീലിക്കുക. വഴിയിൽ വെച്ച് കാണുന്നവരോട് അങ്ങോട്ട് കയറി ഒരു ചിരി പാസാക്കുക. റെസ്റ്റോറന്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം വ്യക്തമായ ശബ്ദത്തിൽ ഓർഡർ ചെയ്യുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിന് ഗാംഭീര്യമുണ്ടായിരിക്കണം. പതുക്കെ തൊണ്ടയിൽ കുരുങ്ങി നിൽക്കുന്ന ശബ്ദത്തിൽ സംസാരിക്കുന്നവരെ കണ്ടാൽ ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും നിങ്ങൾ പേടിച്ചിരിക്കുകയാണെന്ന്. അതുകൊണ്ട് നെഞ്ച് വിരിച്ചു നിന്ന് തലയുയർത്തിപ്പിടിച്ച് വ്യക്തമായി സംസാരിക്കുക. ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കും. നിങ്ങൾ തോൾ കുനിച്ച് തല താഴ്ത്തി നടന്നാൽ നിങ്ങളുടെ തലച്ചോറിന് കിട്ടുന്ന സന്ദേശം ഞാൻ തോറ്റിരിക്കുന്നു എന്നാണ്. എന്നാൽ നിങ്ങളൊരു സിംഹത്തെ പോലെ നെഞ്ചു വിരിച്ചു നടന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് താനേ നിങ്ങൾക്ക് ധൈര്യം നൽകും. രണ്ടാമതായി, ഓൾട്ടർ ഈഗോ എന്ന സൈക്കോളജി ട്രിക്ക് ഉപയോഗിക്കുക. അതായത്, നിങ്ങൾക്ക് ഭയം തോന്നുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ക്രീനിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ധീരനായ ഒരു നായകനെ പോലെ നിങ്ങൾ മനസ്സിൽ സങ്കൽപ്പിക്കുക. ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ വാതിൽ തുറക്കാൻ പേടിച്ചു നിൽക്കുമ്പോൾ ആ സിനിമയിലെ മാസ് ഹീറോ എങ്ങനെയാണോ വാതിൽ തുറന്നു കയറുന്നത്, ആ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ നിങ്ങളല്ലാതായി മാറുക. ആ ഒരു നിമിഷത്തെ അഭിനയം പിന്നീട് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവമായി മാറും. മൂന്നാമതായി, റിജക്ഷനെ സ്നേഹിക്കാൻ പഠിക്കുക. ആരെങ്കിലും നിങ്ങളോട് നോ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായി കാണരുത്. നിങ്ങൾ 10 പേരോട് അവസരം ചോദിക്കുമ്പോൾ 8 പേരും നിങ്ങളെ അള്ളിക്കളയും. ആ റിജക്ഷൻ നിങ്ങളുടെ വളർച്ചയുടെ ഭാഗമാണ്. ആ 8 പേരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് നിങ്ങൾ മൂലയിൽ പോയി ഇരുന്നാൽ 9ാമത്തെ ആളിൽ നിന്ന് ലഭിക്കാനിരുന്ന വലിയൊരു വിജയമാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. ചാണക്യൻ പറയുന്നു, തോൽവിയെ ഭയക്കുന്നവന് ഒരിക്കലും യുദ്ധം ജയിക്കാൻ കഴിയില്ല. നിരന്തരമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നാലാമതായി, അറിവ് വർദ്ധിപ്പിക്കുക. നാണം വരാനുള്ള മറ്റൊരു പ്രധാന കാരണം അറിവില്ലായ്മയാണ്. നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ അറിവില്ലെങ്കിൽ നിങ്ങൾക്ക് പേടി തോന്നും. അതുകൊണ്ട് നിങ്ങളുടെ ജോലിയിലായാലും ബിസിനസ്സിലായാലും നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുക. നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് യാതൊരു പേടിയും ഉണ്ടാകില്ല. സുഹൃത്തുക്കളെ, ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഈ ജീവിതം വളരെ ചെറുതാണ്. അത് നാണം കുണുങ്ങി മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പേടിച്ച് ജീവിച്ചു തീർക്കാനുള്ളതല്ല. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പേടിയും നാണവും ഈഗോയുമെല്ലാം 6 അടി മണ്ണിൽ ഇല്ലാതാകും. പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുമ്പോൾ ഈ പേടി? നിങ്ങൾ നിങ്ങളെ തന്നെ വില കുറച്ച് കാണരുത്. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, വലിയ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെ ഇരുട്ടറയിൽ പൂട്ടിയിടരുത്. പുറത്തുവരിക, ലോകത്തോട് സംസാരിക്കുക, നിങ്ങളുടെ ആശയങ്ങൾ ഉറക്കെ വിളിച്ചു പറയുക. ആരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ അവർ കളിയാക്കട്ടെ. ഇന്ന് നിങ്ങളെ കളിയാക്കുന്നവർ നാളെ നിങ്ങളുടെ വിജയം കണ്ട് കൈയടിക്കും.
അതാണ് ലോകത്തിന്റെ രീതി. അധികം സംസാരിക്കാത്ത റിസർവ്ഡ് ആയ ഒരാളായിരിക്കുന്നതിൽ തെപ്പില്ല. അതൊരു സ്വഭാവമാണ്. എന്നാൽ എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉള്ള പേടി കാരണം മിണ്ടാതിരിക്കുന്നത് അതൊരു രോഗമാണ്. ആ രോഗം ഇന്ന് തന്നെ നിങ്ങൾ ചികിത്സിച്ചു മാറ്റണം. നിങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുക. നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഒരു പോരാളിയാകുക. വാ തുറക്കാത്തവന് ഈ ലോകത്തൊന്നും കിട്ടില്ല. ഈ നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിലെ ആ പേടിത്തൊണ്ടനെ കൊന്നുകളയുക. പകരം ഒരു സിംഹം ജനിക്കട്ടെ. ഇനി മുതൽ ഒളിച്ചിരിക്കാനില്ല, മുന്നിൽ നിന്ന് നയിക്കാൻ മാത്രം. ആ വലിയ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ വിജയം നിങ്ങളുടെ കൂടെയുണ്ടാകും. ജയിക്കുക, കീഴടക്കുക.